ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനത്തിന്റെയും അവസാന വാക്ക് താഴമൺ മഠത്തിൽ നിന്നാണ്. മധ്യ തിരുവിതാംകൂറിലെ ആദ്യത്തെ തന്ത്രികളുടെ കുടുംബമാണ് ചെങ്ങന്നൂരിലെ താഴമൺ മഠം. പുരാണങ്ങളിൽ ശബരിമലയോളം പെരുമയുള്ള ഈ കുടുംബത്തിനാണ് അയ്യപ്പ സന്നിധിയിൽ താന്ത്രിക കർമ്മങ്ങൾ ചെയ്യാൻ അവകാശമുള്ളത്. പരമ്പരാഗതമായി കൈവന്ന ഈ പെരുമയുടെ പിന്നാമ്പുറം പരശുരാമന്റെ കാലഘട്ടം വരെ എത്തുന്നതാണ്. കേരളം വീണ്ടെടുത്ത പരശുരാമൻ നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾക്ക് ശേഷം പൂജകൾ നടത്തുന്നതിന് ബ്രാഹ്മണരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. അതുവഴി കണ്ടെത്തിയവരിൽ ഒരാളാണ് താഴമൺ തന്ത്രി പരമ്പരയുടെ തുടക്കക്കാരനെന്നാണ് വിശ്വാസം. ശബരിമലയിലെ എല്ലാ പൂജകളുടെയും മുഖ്യ കാർമ്മികത്വവും എല്ലാ ചടങ്ങുകളുടെയും അന്തിമ തീരുമാനവും തന്ത്രിയുടേതാണ്. മേൽശാന്തി തന്ത്രിയുടെ സഹകാർമ്മികനാണ്. കൊല്ലവർഷം 1084 മീനം 12 ഉത്രം നാളിലാണ് ശബരിമല പ്രതിഷ്ഠ താഴമൺ മഠത്തിലെ തന്ത്രി കണ്ഠര് പ്രഭാകരൻ നടത്തിയതെന്ന് ശിലാരേഖയിൽ പറയുന്നു. ഇത് പിന്നീട് കൊല്ലവർഷം 1125 തീപിടുത്തത്തിൽ നശിച്ചു. ഇതിനുശേഷം കൊല്ലവർഷം 1126 ഇടവം 4 അത്തം നക്ഷത്രത്തിലായിരുന്നു ക്ഷേത്രം പുതുക്കി നിർമ്മിച്ചത്. ഇതിൽ പ്രതിഷ്ഠ നടത്തിയത് താഴമൺ മഠം തന്ത്രി കണ്ഠര് ശങ്കരരായിരുന്നു. അന്ന് പ്രതിഷ്ഠിച്ച പഞ്ചലോഹ നിർമ്മിത ശാസ്താ വിഗ്രഹമാണ് ഇന്നുള്ളത്. കണ്ഠര് ശങ്കരർക്ക് ശേഷം 3ഉം 4ഉം തലമുറയിൽപ്പെട്ടവരാണ് ഇന്നുള്ള തന്ത്രിമാർ. ശബരിമലയിൽ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തുമുള്ളതായ പ്രസിദ്ധമായ പല അയ്യപ്പ ക്ഷേത്രങ്ങളുടെയും താന്ത്രികാവകാശം താഴമൺ മഠത്തിനുണ്ട്. കുടുംബത്തിലെ ആൺമക്കളിലൂടെ താന്ത്രികാവകാശം നിലനിർത്തി വരുന്നു. പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച 18ാം പടി 1985 നവംബർ 18 പ്രതിഷ്ഠ നിർവഹിച്ചത് തന്ത്രി കണ്ഠര് മഹേശ്വരരാണ്. 1999 വിജയ് മല്യ ശബരിമല ക്ഷേത്ര ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ശേഷമുള്ള കുംഭാഭിഷേക ചടങ്ങുകളിലും മുഖ്യ കാർമ്മികത്വം കണ്ഠര് മഹേശ്വരർക്കായിരുന്നു. ചെങ്ങന്നൂർ താഴമൺ മഠത്തിലെ തന്ത്രി കുടുംബത്തിലെ അംഗങ്ങളാണ് ഓരോ ടൈമിലായി ശബരിമലയിലെ നിലവിലെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചു വരുന്നത്. നിലവിൽ തന്ത്രി കണ്ഠര് രാജീവർക്കും കണ്ഠര് മോഹനരുടെ കുടുംബത്തിനുമാണ് താന്ത്രിക അവകാശമുള്ളത്. തന്ത്രിയായിരുന്ന കണ്ഠര് കൃഷ്ണരുടെ മകനാണ് രാജീവർ. കണ്ഠര് മഹേശ്വരരുടെ മകനാണ് മോഹനർ. മഹേശ്വരരുടെ മറ്റൊരു സഹോദരനായിരുന്ന നീലകണ്ഠരുടെ കുടുംബത്തിൽ നിന്ന് ആൺ പിന്തുടർച്ച ഇല്ലാതെ പോയതോടെ അവർക്ക് താന്ത്രികാവകാശം നഷ്ടമായി. നീലകണ്ഠരുടെ മകളുടെ മകനാണ് രാഹുൽ ഈശ്വർ. ശബരിമലയിൽ ഇത്തവണ മോഹനരുടെ മകൻ തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരാണ് കർമ്മങ്ങൾ നടത്തിവരുന്നത്. രാജീവരുടെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകൻ തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തൻ കഴിഞ്ഞ വർഷം ശബരിമലയിലെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു. പ്രധാന ചടങ്ങുകളിലെല്ലാം തന്ത്രി കണ്ഠര് രാജീവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. നിലവിൽ തന്ത്രി കുടുംബത്തിലെ മുതിർന്ന തന്ത്രിയാണ് രാജീവർ.